ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഫേസസ് ഓഫ് കമ്പൈലർ ആണ്. അപ്പം അതിനു മുന്നേ എന്താണ് കമ്പൈലർ എന്ന് അറിഞ്ഞിരിക്കണം. കമ്പൈലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് റീഡ്സ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്, ദാറ്റ് ഈസ് ടാർഗറ്റ് ലാംഗ്വേജ്. കമ്പൈലർ എന്ന് പറയുന്നത് ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും, ടാർഗറ്റ് പ്രോഗ്രാം ഇൻ ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ. ദെൻ ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് എറർ മെസ്സേജ്. നമ്മൾ സി പ്രോഗ്രാമിങ്ങും C++ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ജാവ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സോഴ്സ് പ്രോഗ്രാമിനെ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ഈസ് റിട്ടൺ ഇൻ സി ലാംഗ്വേജ്. ദെൻ ഹിയർ വി യൂസ് എ കമ്പൈലർ, സി കമ്പൈലർ യൂസ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദ കമ്പൈലേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? എറർ ഉണ്ടെങ്കിൽ എറർ മെസ്സേജ് കിട്ടുന്നു. അല്ല എങ്കിൽ ദാറ്റ് സോഴ്സ് പ്രോഗ്രാം ഇസ് കൺവേർട്ടഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതായത് എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഇനി അതിനെ റൺ ചെയ്താൽ മതി. ഇപ്പോൾ കമ്പൈലർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പൈലേഷൻ പർപ്പസ്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫേസസ് ഓഫ് കമ്പൈലർ. എന്തൊക്കെ ഫേസസ് ആണ് കമ്പൈലറിനകത്തുള്ളത്, എങ്ങനെയാണ് ഓരോന്നിൻ്റെയും വർക്കിംഗ് എന്നാണ്. ദ ഫേസസ് ഓഫ് ദ കമ്പൈലർ ആർ: ഫസ്റ്റ് വൺ ഈസ് ലെക്സിക്കൽ അനാലിസിസ്, ദാറ്റ് ഈസ് സ്കാനിങ്. Second is syntax analysis, that is also known as parsing. Next is semantic analysis. Fourth one is intermediate code generation. Fifth is code optimization. And final is the target code generation. അപ്പോൾ ഇത്രയാണ് ഫേസസ് ഓഫ് കമ്പൈലർ. അപ്പോൾ നമ്മൾ ഈ കമ്പൈലർ ഡിസൈൻ എന്നുള്ളൊരു സബ്ജക്റ്റിനകത്ത് ഇതിനകത്ത് ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഫേസിലും എങ്ങനെയാണ്, എന്തൊക്കെ വർക്കിംഗ് ആണ് നടക്കുന്നത്, അതായത് ഒരു സോഴ്സ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലെക്സിക്കൽ അനാലിസിസ്. അപ്പോൾ അതിന് മുന്നേ അതിനൊരു ഫിഗർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫേസസ് ഓഫ് എ കമ്പൈലർ. സോഴ്സ് പ്രോഗ്രാം, ദെൻ ഔട്ട്പുട്ട് ഈസ് ദ ടാർഗറ്റ് പ്രോഗ്രാം. ഇൻ ബിറ്റ്വീൻ ദർ ആർ 6 phases. First one is lexic analyzer, second is syntax analyzer, third one is semantic analyzer, fourth one is intermediate code generator, next is code optimizer, and the last one is code generator. In association with these 6 phases we have a symbol table manager ഉണ്ട്, ഒരു error handler ഉണ്ട്. Symbol table manager means നമുക്ക് പ്രോഗ്രാമിനകത്ത് വരുന്ന ഐഡൻറ്റിഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കീവേഡ്സ്, അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേബിളാണ് സിമ്പിൾ ടേബിൾ. അപ്പോൾ അതെല്ലാ ഫേസസിനും ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എല്ലാ ഫേസസിലേക്കും ലൈൻ വരച്ചേക്കുന്നത്. ദെൻ എറർ ഹാൻഡ്ലർ, ദർ ഈസ് എ പർട്ടിക്കുലർ എറർ ഹാൻഡ്ലർ ഉണ്ട്. ഓരോ ഫേസിലും എറർ ഉണ്ടാവാം. ആ ഓരോ ഫേസിലും ഇപ്പോൾ ലെക്സിക് അനലൈസറിൽ വരുന്ന എററാണ് ലെക്സിക്കൽ എറർ, സിൻടാക്സ് അനലൈസറിൽ ഉണ്ടാകുന്ന എറർ സിൻടാക്സ് എറർ, ദെൻ സെമാൻറ്റിക് അനലൈസറിൽ ഉണ്ടാകുന്ന സെമാൻറ്റിക് എറർ. അങ്ങനെ ഓരോ ഫേസിലും എററുകൾ ഉണ്ടാവാം. അപ്പോൾ ആ എററുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഫേസാണ് എറർ ഹാൻഡ്ലർ. ഇത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഫസ്റ്റ് വൺ ഈസ് ലെക്സിക്കൽ അനാലിസിസ്. ലെക്സിക്കൽ അനാലിസിസിന് പറയുന്ന വേറൊരു പേരാണ് ലീനിയർ അനാലിസിസ് ഓർ സ്കാനിങ്. ലെക്സിക്കൽ അനലൈസറിൽ എന്താ ചെയ്യുന്നതെന്ന് പറയാം. ഇറ്റ് റീഡ്സ് ദ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം and group the characters into meaningful sequences called lexemes. ലെക്സിക് അനലൈസർ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ റീഡ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും. അതിനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെയാണ് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻറ്റ് സ്പേസ് എ എന്ന് കൊടുത്തേക്കുവാണെങ്കിൽ ഇൻറ്റ് അത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ അതൊരു മീനിങ് ഫുൾ വേർഡാണ്. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലെക്സീം. ദെൻ ആ ഓരോ ലെക്സീമിനെയും ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ലെക്സിക് അനലൈസർ റീഡ് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ദി സോഴ്സ് പ്രോഗ്രാം ആൻഡ് കൺവേർട്ട് ഇൻ ടു ലെക്സീംസ്. ദെൻ ദ ലെക്സീം ഈസ് കൺവേർട്ടഡ് ഇൻ ടു ടോക്കണിൻ്റെ ഫോമിലേക്കാക്കി മാറ്റും. എവറി ടോക്കൺ ഹാസ് എ
ടോക്കൺ നെയിം ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ. അല്ല, ആട്രിബ്യൂട്ട് വാല്യൂ ഓപ്ഷണലാണ്. അത് ഓരോ ടോക്കൺസും എഴുതുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ലെക്സിക്കൽ അനലൈസറിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം ഇവിടെ, ഇഫ് ആൻ ഐഡൻറ്റിഫയർ ഒക്കർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യും. എങ്ങനെ സ്റ്റോർ ചെയ്യണേ? യൂസിങ് ദ ടോക്കൺ നെയിം കോമ ആട്രിബ്യൂട്ട് വാല്യൂ. ഇപ്പോൾ ലെക്സിക്കൽ അനലൈസറിനകത്ത് ലെക്സീം എന്താണെന്ന് പറയണം, ടോക്കൺസ് എന്താണെന്ന് പറയണം, എങ്ങനെയാണ് ടോക്കൺസ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയണം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ദർ ഈസ് എൻ എക്സാമ്പിൾ, പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ഹിയർ വി നോ ദാറ്റ് പൊസിഷൻ ഈസ് എ വേർഡ് അല്ലേ. ദെൻ ഈക്വൽ ടു ഈസ് അനദർ ടോക്കൺ, ഇനീഷ്യൽ ഈസ് അനദർ, പ്ലസ് റേറ്റ് സ്റ്റാർ 60. അപ്പോൾ ഇത്രയും ടോക്കൺസ് അല്ലെങ്കിൽ ഇത്രയും വേർഡുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ലെക്സിക്കൽ അനലൈസർ കൺസിഡർ പൊസിഷന് ഒരു ലെക്സീമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ആ പൊസിഷൻ എന്നുള്ള ലെക്സീമിനെ ഒരു ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാൻ പൊസിഷൻ ഈസ് എൻ ഐഡൻറ്റിഫയർ ആണ്. പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിഫയർ ആണ്. അതുകൊണ്ട് ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. ആംഗിൾ ബ്രാക്കറ്റ് ID, 1. 1 മീൻസ് സിമ്പിൾ ടേബിളിലെ എൻട്രി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണ് എൻട്രി ചെയ്യാൻ പോകുന്നതെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ID മീൻസ് ഐഡൻറ്റിഫയർ. അപ്പോൾ പൊസിഷൻ ഈസ് എൻ ഐഡൻറ്റിഫയർ, 1. അപ്പോൾ 1 എന്നുള്ള ലൊക്കേഷനിൽ നമ്മൾ പൊസിഷനാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടോക്കൺസ്. അപ്പോൾ പൊസിഷൻ്റെ ടോക്കൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബ്രാക്കറ്റിൽ ID, 1. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഈക്വൽ ടു. ഈക്വൽ ടു ഈസ് അനദർ ടോക്കൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ടോക്കണെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അനദർ ലെക്സീമാണ് ഈക്വൽ ടു. അപ്പോൾ ആദ്യം അതിനെ ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യണം ഈ ഒരു ഫോർമാറ്റിലാണ്. ആംഗിൾ ബ്രാക്കറ്റ് ഈക്വൽ ടു ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ. ഇനീഷ്യൽ ഈസ് എൻ ഐഡൻറ്റിഫയർ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ID, 2 എന്ന് എഴുതി. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റിലേക്ക്, സിമ്പിൾ ടേബിളിലെ രണ്ടാമത്തെ എൻട്രിയിലേക്ക് നമ്മൾ ഇനീഷ്യൽ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് പ്ലസ്. ഇപ്പോൾ നമ്മൾ ഈക്വൽ ടു പറഞ്ഞതുപോലെ പ്ലസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ബ്രാക്കറ്റ് പ്ലസ് ബ്രാക്കറ്റ് ക്ലോസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റേറ്റ്. ഇപ്പോൾ റേറ്റ് എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? റേറ്റിന് പകരം ഇതാണ് ID, 3 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാർ നമുക്കറിയാം, ആംഗിൾ ബ്രാക്കറ്റിൽ സ്റ്റാർ ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് 60 ആണ്. 60 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ബ്രാക്കറ്റിനകത്ത് 60 എന്നിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫുൾ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ക്വസ്റ്റ്യൻ. പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ആഫ്റ്റർ ദ ലെക്സിക്കൽ അനലൈസർ വി ഗെറ്റ് ദിസ് ഫോർമാറ്റ്. ഓക്കെ. അപ്പോൾ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്, ID, 1. ദെൻ ഈക്വൽ ടുവിന് വരെ ഇത് എഴുതി, ദെൻ ഇനീഷ്യലിന് വരെ ഇത് എഴുതി, പ്ലസ്സിന് വരെ ഇത്, റേറ്റിന് വരെ ഇത്, സ്റ്റാറിന് വരെ ഇത്, 60ക്ക് പകരം ഇത്. അപ്പോൾ ഇതാണ് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഔട്ട്പുട്ട്. നെക്സ്റ്റ് ഫേസ് ഈസ് ദ സിൻടാക്സ് അനാലിസിസ്. അപ്പോൾ സിൻടാക്സ് അനാലിസിസ് അല്ലെങ്കിൽ പാഴ്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിൻടാക്സ് അനാലിസിസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതാണ് ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ട്, അതാണ് സിൻടാക്സ് അനാലിസിസിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ ഒരു പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ട്രീ ലൈക്ക് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ തന്നേക്കുന്ന ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു ട്രീ ഫോർമാറ്റിലേട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഇതാണ് ഒരു സിൻടാക്സ് ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഇതാണ്, പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പോൾ അത് ആദ്യം റേറ്റാണ് ആദ്യം ചെയ്യുന്നത്, റേറ്റ് ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇനീഷ്യലുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നോക്കുക, റേറ്റ് ഇൻറ്റു 60, റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ID3 ആണ്, ഇൻറ്റു 60 മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ID2 ആയിട്ട് ആഡ് ചെയ്തു. ID2 ഈസ് ഇനീഷ്യൽ. ദെൻ അതിൻ്റെ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ID1ലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതാണൊരു സിൻടാക്സ് ട്രീ. ഇനി ഈ സിൻടാക്സ് ട്രീ ആണ് നെക്സ്റ്റ് ഫേസിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ഫേസ് സെമാൻറ്റിക് അനാലിസിസ്. ഇപ്പോൾ സെമാൻറ്റിക് അനാലിസിസ് മീൻസ് അതിനകത്ത് 1-2 പോയിൻറ്റ്സ് ഓർത്തിരിക്കേണ്ടതുണ്ട്. സെമാൻറ്റിക് അനാലിസിസ് ചെക്ക് ദി സോഴ്സ് പ്രോഗ്രാം ഫോർ സെമാൻറ്റിക് എറേഴ്സ്. എന്തെങ്കിലും സെമാൻറ്റിക് എറേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമാൻറ്റിക് അനാലിസിസ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്ന സിൻറ്റാക്സ് ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ ആണ്. അപ്പോൾ അതിനകത്ത് ഓരോ വേരിയബിൾസ് നോക്കി എന്തെങ്കിലും സിൻറ്റാക്റ്റിക്കലി അല്ലെങ്കിൽ സെമാൻറ്റിക്കലി അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ഫേസാണ്. ഇപ്പോൾ ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇൻ്റ് ഒരു ഡേറ്റ ടൈപ്പ് ആണോ, അത് വാലിഡ് ആയിട്ടുള്ള ഒരു കീവേഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഓൾസോ ഗ്യാദേഴ്സ് ടൈപ്പ് ഇൻഫർമേഷൻ ആൻഡ് സേവ് ഇറ്റ് ഇൻ ടു ദി സിമ്പിൾ ടേബിൾ. അപ്പോൾ അത് ടൈപ്പ് ഇൻഫർമേഷൻ മീൻസ് ഓരോ വേരിയബിൾസും അല്ലെ ഓരോ ഐഡൻറ്റിഫയേഴ്സും അത് ഏത് ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ഇപ്പോൾ ഇൻറ്റിജറാണ് കൊടുത്തേക്കണമെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ചെക്കിങ്. അത് ഇത് തന്നെ ടൈപ്പ് മാച്ചിങ് ആണോ, അതായത് ഓപ്പറാൻസിൻ്റെ ടൈപ്പ് മാച്ചിങ് ആണോ എന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഈ എക്സാമ്പിളിനകത്ത് 60 എന്നുള്ളത് ഒരു ഇൻറ്റിജർ വാല്യൂം റേറ്റ് എന്നുള്ള ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഇൻറ്റു 60 ചെയ്യുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് വാല്യൂം ഒരു ഇൻറ്റിജർ വാല്യൂം തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. ഇപ്പോൾ ഒരു ടൈപ്പ് മിസ്മാച്ച് വന്നു. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യുക. ടൈപ്പ് കൺവേർഷൻ മീൻസ് നമ്മളിപ്പോൾ എന്താണോ ഇൻറ്റിജർ ആയിട്ടുള്ള അതിനെ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് 16 നമ്മൾ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെമാൻറ്റിക് അനാലിസിസിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടും ഒരു ട്രീ തന്നെയാണ്. അവിടെ ചെറിയൊരു വ്യത്യാസം, 16 ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്തു, ഇൻറ്റിജറിനെ ഫ്ലോട്ടിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഫേസ് ഈസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ സെമാൻറ്റിക് അനാലിസിസിൻ്റെ ഔട്ട്പുട്ടാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളൊരു കോഡ് ജനറേഷൻ മീൻസ് ഫൈനൽ ഒരു കോഡ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു കോഡ് എഴുതുന്നു. അപ്പോൾ ആ കോഡ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊഡ്യൂസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസി ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ടാർഗറ്റ് മെഷീനിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനാണ് 3 അഡ്രസ് കോഡ്. അങ്ങനെ മോർ ദാൻ വൺ പല രീതിയിലുള്ള ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 3 അഡ്രസ് കോഡ്. ഇപ്പോൾ 3 അഡ്രസ് കോഡ് മീൻസ് 3 ഓപ്പറാൻഡ്സ് ഉണ്ടായിരിക്കും പെർ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ T2 = ID3 * T1. അപ്പോൾ അതിനകത്ത് 3 ഓപ്പറാൻഡ്സ് ഉണ്ട്, T2, ID3, T1. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കോഡഡ് ഫോർമാറ്റിലേക്ക് ആ ട്രീയെ കൺവേർട്ട് ചെയ്തു. ഫസ്റ്റ് T1, T2, T3 എന്നൊക്കെയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു വേരിയബിളാണ്. ഇപ്പോൾ T1 = int to float of 60. 16 എന്നുള്ള ഇൻറ്റിജറിനെ ഫ്ലോട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് T1ലേക്ക് എടുത്തു വെച്ചു. ദെൻ T2 = ID3 * T1. ID3 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഇൻപുട്ട് എന്തായിരുന്നു? പൊസിഷൻ = ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അതിൽ റേറ്റ് ആണ് ID3, ദെൻ റേറ്റ് ഇൻറ്റു T1 മീൻസ് 60. അത് മൾട്ടിപ്ലൈ ചെയ്തു, ആ വാല്യൂ T2ൽ സ്റ്റോർ ചെയ്തു. ദെൻ T3 = ID2 + T2. ID2 മീൻസ് ഇനീഷ്യൽ. അപ്പോൾ ഇനീഷ്യൽ പ്ലസ് T2 എന്ന് പറയുമ്പോൾ റേറ്റ് ഇൻറ്റു 60 ചെയ്തു വെച്ചത്. അപ്പോൾ ആൻസർ T3ലേക്ക് വന്നു. ദെൻ ID1 = T3 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ID1 മീൻസ് പൊസിഷൻ = ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ വാല്യൂ. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് ഫേസ് ഈസ് കോഡ് ഒപ്റ്റിമൈസേഷൻ. കോഡ് ഒപ്റ്റിമൈസേഷൻ മീൻസ് ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനകത്ത് എന്തെങ്കിലും കോഡൊക്കെ നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാനുണ്ടെങ്കിൽ ആ ചെറുതാക്കുന്ന പ്രോസസ്സ് ഒപ്റ്റിമൈസ്ഡ് ആക്കുന്നതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് ഒന്ന് ഫാസ്റ്റർ എക്സിക്യൂഷൻ, രണ്ടാമത്തെ ഷോർട്ടർ കോഡ് ഓർ ടാർഗറ്റ് കോഡ് ദാറ്റ് കൺസ്യൂംസ് ലെസ് പവർ. ഓക്കെ, ദിസ് ഈസ് എൻ ഓപ്ഷണൽ ഫേസ് ആണ്, നിർബന്ധം ഇല്ല അത് വേണമെന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ മുകളിൽ തന്നേക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ 2 ഇൻസ്ട്രക്ഷനായിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് T1 = ID3 × 60.0. ഒറ്റയടിക്ക് നമുക്ക് 60.0 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഇൻറ്റിജറിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, അടുത്ത് T3 = ID2 + T2, ID1 = T3 എന്ന് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ T3 അങ്ങ് കളഞ്ഞിട്ട് ID1 = ID2 + T1 എന്ന് എഴുതി. ഓക്കെ, എങ്ങനെ ചെയ്താലും ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന പൊസിഷൻ = ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പോൾ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡാക്കി. ദെൻ ഫൈനൽ ഇസ് ദ കോഡ് ജനറേഷൻ ഫേസ്. കോഡ് ജനറേഷൻ ഫേസ് മീൻസ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ടാർഗറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക്, അതായത് ഏത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് ആ ലാംഗ്വേജിലേക്ക്, മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലേക്ക് ആ മോളിൽ തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ മാറ്റി.
അത് മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എൽ ഡി എഫ് മീൻസ് ലോഡ് ഫംഗ്ഷനാണ്. എഫ് മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇൻസ്ട്രക്ഷൻ്റെ കൂടെയും എഫ് ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എൽ ഡി എഫ് മീൻസ് ലോഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. R2 ഇവിടെ രജിസ്റ്റേഴ്സാണ്, R1 R2 ഒക്കെ രജിസ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ കോഡിലേക്ക് എത്തുമ്പോൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എൽ ഡി എഫ് R2, ID3 മീൻസ് എന്തായിരുന്നു റേറ്റ്. അപ്പോൾ റേറ്റ് എടുത്ത് R2ലേക്ക് വെച്ചു. ദെൻ മൾ എഫ് മീൻസ് മൾട്ടിപ്ലൈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ R2, # 60.0. ഹാഷ് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആണെന്നുള്ളതാണ്. ഇപ്പോൾ 60.0 R2ലേക്ക് മൂവ് ചെയ്തു. മൾ എഫ് മീൻസ് R2ഉം 60.0 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു R2. അതുകൊണ്ടാണ് അവിടെ 2 R2 വന്നത്. മൾ എഫ് മൾട്ടിപ്ലൈ ചെയ്തു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ R2, 60. അപ്പോൾ R2ഉം 60 മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു R2. അടുത്തത് LDF R1, ID2 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇനീഷ്യൽ. അപ്പോൾ ഇനീഷ്യലിനെ ലോഡ് ചെയ്തു R1ലേക്ക്. ഇപ്പോൾ R1ൽ ഇനീഷ്യൽ ലോഡ് ചെയ്തതുകൊണ്ട് R2ൽ ഈ റേറ്റ് ഇൻറ്റു 60 ചെയ്തതുകൊണ്ട് ദെൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. റിസൾട്ട് സ്റ്റോർഡ് ഇൻ ടു R1. അതിനാണ് ആഡ് എഫ് R1, R2. അതിനർത്ഥം R1ഉം R2ഉം ആഡ് ചെയ്തു. റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു R1. ലാസ്റ്റ് വൺ ഈസ് R1ൽ റിസൾട്ട് കിടക്കുന്നുണ്ട്, അത് നമുക്ക് ID1ലേക്ക് സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് STF ID1, R1. അപ്പോൾ R1ലുള്ള റിസൾട്ട് ID1ലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതാണ് കോഡ് ജനറേഷൻ ഫേസ്. അപ്പോൾ ഇത്രയും നമ്മൾ ലെക്സിക്കൽ അനലൈസറിൻ്റെ ഫേസസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇതിനൊരു ഫിഗർ കൂടെ ഉണ്ട്. ആ ഫിഗർ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലെക്സിക്കൽ അനലൈസർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ലെക്സിക്കൽ അനലൈസറിലുള്ള ഫേസസ് ഓഫ് കമ്പൈലർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് എന്താണ്, അതിൻ്റെ ഓരോ ഫേസിലും നടക്കുന്ന ഔട്ട്പുട്ട് എന്താണെന്നാണ്. അപ്പോൾ ഇൻപുട്ട് ഈസ് പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. ലെക്സിക്കൽ അനലൈസറിലേക്ക് കയറിയപ്പം ഈ ഒരു ഫോർമാറ്റിലേക്കായി. ദെൻ സിൻറ്റാക്സ് അനലൈസറിൽ കയറിയപ്പോൾ ഒരു ട്രീ ജനറേറ്റ് ചെയ്തു. ദെൻ സെമാൻറ്റിക്കിൽ കയറിയപ്പോൾ ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ട്രീ ജനറേറ്റ് ചെയ്തു. ദെൻ ഇൻ്റർമീഡിയറ്റ് കോഡിൽ കയറിയപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തു. ദെൻ കോഡ് ഓപ്റ്റിമൈസറിൻ്റെ ഫേസ്, ലാസ്റ്റ് കോഡ് ജനറേറ്ററിൻ്റെ ഫേസ്. ഇൻ അസോസിയേഷൻ വിത്ത് ഈ ഫിഗറിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിൾ ടേബിളുണ്ട്. സിമ്പിൾ ടേബിളിനകത്ത് നമ്മുടെ ഐഡൻറ്റിഫയേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം സ്റ്റോർ ചെയ്യും. 1ൽ പൊസിഷൻ, 2ൽ ഇനീഷ്യൽ, 3ൽ റേറ്റ്. ഇതാണ് മെയിനായിട്ടും ഫേസസ് ഓഫ് എ കമ്പൈലർ. ദെൻ ഇനി വരുന്നത് സിമ്പിൾ ടേബിൾ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐഡൻറ്റിഫയർ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എറർ ഡിറ്റക്ഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിനകത്ത് വരുന്നത് ഓരോ ഫേസിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഓരോ ഫേസസിലും ചെക്ക് ചെയ്യും. എറർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും. അത് റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസം ഏതാണെന്ന് നോക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫേസസ് ഓഫ് എ കമ്പൈലർ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.